ഹായ് ഫ്രണ്ട്സ്, തിരുപ്പതി യാത്രയെക്കുറിച്ച് ഞാൻ 3 പാർട്ടായിട്ട് 3 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകൾ അങ്ങോട്ട് പോകുന്ന യാത്രയെക്കുറിച്ചും അവിടെ ദർശന ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നതിനെക്കുറിച്ചും താമസ സൗകര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് തിരുപ്പതി യാത്രയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. പക്ഷേ അത് സാധിച്ചില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ 2026 പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ദർശനത്തെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. തിരുപ്പതി ദർശനത്തിന് നമ്മൾ 3 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. ഏപ്രിൽ മാസത്തെ ബുക്കിംഗ് ആണ് ഇപ്പോൾ ജനുവരി നടക്കുന്നത്. എല്ലാ മാസവും 20-ാം തീയതിയാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പറയാൻ പോകുന്നത് ശ്രീവാണി ട്രസ്റ്റ് VIP ബ്രേക്ക് ദർശനത്തെക്കുറിച്ചാണ്. എല്ലാ ടിക്കറ്റും നമ്മൾ 3 മാസം മുന്നേ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ ടിക്കറ്റ് നമ്മൾ 3 മാസം മുന്നേ ബുക്ക് ചെയ്യണം. ഈ ടിക്കറ്റ് നമുക്ക് തിരുപ്പതി ചെന്നിട്ട് ഓഫ്ലൈനായിട്ട് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. പക്ഷെ അതിന് നമ്മൾ തലേദിവസം തൊട്ട് ക്യൂ നിന്നിട്ട് വേണം ആ ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അതിനവർ പുതിയതായിട്ടൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ജനുവരി 9 മുതൽ. അപ്പോൾ നേരത്തെ അത് ഓഫ്ലൈനായിട്ട് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അത് അവർ കറണ്ട് ബുക്കിംഗ് എന്ന രീതിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അതും. അപ്പോൾ ഡെയിലി 800 ടിക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിലവിൽ ട്രയൽ എന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്ഥാടകരുടെയൊക്കെ ഒരു റിവ്യൂ അനുസരിച്ചിട്ട് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. രാവിലെ 9 മണി മുതലാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണി വരെ സമയമുണ്ട്. പക്ഷേ 800 ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരമണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ടിക്കറ്റ് കൺഫേം ആയവർക്ക് അന്നേ ദിവസം 4 മണിക്ക് തന്നെ ദർശനം നടത്താൻ പറ്റും. പിന്നെ സാധാരണ നമ്മൾ ദർശനം നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് നമുക്ക് ദർശനം നടത്താനായിട്ട് ഈ ഒരു VIP ദർശനം കൊണ്ട് സാധിക്കും. ശ്രീവാണി ട്രസ്റ്റിലേക്ക് 10,000 രൂപ ഡൊണേഷൻ ചെയ്യുന്നവർക്കാണ് ഈ ഒരു VIP ബ്രേക്ക് ദർശനം ലഭിക്കുന്നത്. അതിൽ നമുക്ക് ഈ ഒരു ദർശന ടിക്കറ്റ് കിട്ടുമ്പോൾ 500 രൂപ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റിനും കൂടെ ടിക്കറ്റ് ചാർജായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ 10,500 രൂപയാണ് ഈ ഒരു ഇതിന് ചാർജ് വരുന്നത്. ഇതിൽ 10,000 രൂപ ചാർജ് അല്ല, ഡൊണേഷനാണ്. നമ്മൾ നൽകുന്ന ഡൊണേഷനായിട്ടാണ് ഈ VIP ബ്രേക്ക് ദർശനിൽ വരുന്നത്. ടിക്കറ്റ് ബുക്കിങ്ങിനായിട്ട് നമ്മൾ സൈറ്റിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് www.ttddevastanam.ap.gov.in എന്ന സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അവിടെ ഡാഷ്ബോർഡ് വരും. അവിടെ നിന്ന് നമ്മൾ ഓൺലൈൻ സർവീസിൽ ശ്രീവാണി ഡൊണേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അല്ലാത്തവർ സൈനപ്പ് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാണും, സർവീസും കാണും. സർവീസിൽ ശ്രീവാണി കറണ്ട് ഡേ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് കണ്ടിന്യൂ ടു ഡൊണേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അവിടെ നിന്ന് നേരെ ടേംസ് ആൻഡ് കണ്ടീഷനും പിന്നെ എഗ്രി ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ ഓക്കെ കൊടുക്കുക. അവിടെ നമ്മൾ ഡൊണേഷൻ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട പേജിലേക്കാണ് വരുന്നത്. അവിടെ തന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി കാണാനായിട്ട് പറ്റും. 47 ആണ് ടിക്കറ്റ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കറക്റ്റ് 9 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അവിടെ നിന്ന് ഒന്ന് റിഫ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും സെയിം പേജ് ഞാൻ കാണിച്ചു തരാം. 0 ആണ് ടിക്കറ്റ് കാണിക്കുന്നത്. അപ്പോൾ അത്ര വേഗത്തിലാണ് ടിക്കറ്റ് എല്ലാം പെട്ടെന്ന് തീർന്നു പോകുന്നത്. പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഇത് കറണ്ട് ബുക്കിംഗ് ആണ്. നമ്മൾ രാവിലെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണിക്കാണ് നമുക്ക് ദർശനം കിട്ടുന്നത്. ഒരിക്കലും ഈ ഒരു ടിക്കറ്റ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ VIP ബ്രേക്ക് ദർശനത്തെക്കുറിച്ചായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമ്മൾ ദർശനങ്ങളെക്കുറിച്ചും അതേപോലെ അവിടുത്തെ റൂം ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.